ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ജലജയാണെങ്കിൽ നാണം കെട്ടൊക്കെ വന്നു കേട്ടോ. മയിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങളെ മോനെ ജയിലിൽ കിടത്തിയതിൻ്റെ ശിക്ഷയാണ് ആദർശേട്ടൻ ഇപ്പോൾ ദുബായിൽ ജയിലിൽ കിടക്കുന്നതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ഇവിടെ ഭയങ്കര ഇതായിട്ടൊക്കെ നടന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജലജ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അനി പറയുന്നുണ്ട്, ഞാൻ എത്രയോ വട്ടം കേട്ടിട്ടുണ്ട് നിങ്ങളങ്ങനെ പറയുന്നത്, പിന്നെ അതുമല്ല നിങ്ങളെ മരുമോളാണെങ്കിൽ ഇപ്പോഴും അങ്ങനല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനിയാണെങ്കിലും ജലജയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മൾ ആദർശാണെങ്കിലും പുറത്തുനിന്ന സമയത്താണെങ്കിലും നമ്മളെ വേണുവിനെ അനാമികയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പൊട്ടിത്തെറിച്ചിട്ട് പറയുന്നുണ്ട്, താനാണെങ്കിൽ എൻ്റെ കുടുംബത്തിനെ മൊത്തം കോടതിയിൽ കയറ്റി നാണം കെടുത്തിയതാണ്, അങ്ങനത്തെ തന്നെ വെറുതെ വിടാൻ പാടില്ല, ഇവിടെ തന്നെ അടിച്ച് ശരിയാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് പിന്നെ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും കോടതി ഞങ്ങളെയും കാട്ടി കൂടുതൽ നാണം കെട്ടത് താനും തൻ്റെ മോളും ആണല്ലോ, അതുകൊണ്ട് പിന്നെ വെറുതെ വിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശാണെങ്കിൽ അങ്ങ് ദേഷിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മൾ ഞാനാണെങ്കിൽ അഭിയെടുത്ത് പറയുന്നുണ്ട്, ഇനി മുതൽ ചന്തുമോളുടെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്, നിൻ്റെ മോളെ കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് നീ നടന്നു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ മോളെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നയനാണെങ്കിൽ ദേഷിച്ചിട്ടാണെങ്കിൽ അഭിയെടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ അവന്തികയുടെ എൻട്രിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.